എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സോറോ അവനാണെങ്കിൽ ആ ക്യോഷിറോയുമായിട്ട് വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ക്യോഷിറോയ്ക്കാണെങ്കിൽ നല്ല പവറാണ്. അവന്റെ മെയിൻ ലക്ഷ്യം നമ്മുടെ ചിരിപ്പെണ്ണ് അവളെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ്. അവന്റെ സ്ക്വാഡ് നീട്ടി അവളെ അച്ചറം പൊച്ചറം ആഞ്ഞു വെട്ടും. അതിന് സോറോ അവളെ തൂക്കിയെടുത്ത് എല്ലാ അറ്റാക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ക്യോഷിറോയുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഉസോപ്പാണെങ്കിൽ ആ കാഴ്ച കണ്ട് തോറയെ നോക്കി നിലവിളിക്കുകയാണ്. അതിനുശേഷം ആ ചിരിപ്പെണ്ണിനെ അവന് തരാനായിട്ട് പറയും. സോറോ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കില്ല. കാരണം അവളുമായിട്ട് അവന് ചിറോടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോറോ അവളെ തൂക്കിയെടുത്ത് ഉസോപ്പിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കും. ഉസോപ്പ് ആണെങ്കിൽ അവളെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാണ്. കറക്റ്റായിട്ട് സ്റ്റൈലായിട്ട് അങ്ങനെ ക്യാച്ച് ചെയ്യാണ്. ഉസോപ്പ് ആ ഒരു ഫൈറ്റ് ഒറ്റുനോക്കും. അവർ രണ്ടുപേരും വേറെ ലെവലിൽ ഫൈറ്റ് ചെയ്യാണ്. അതിനിടെ പെട്ടുപോയ പപ്പടം പൊടിയും പോലെ പൊടിയെന്ന് പറഞ്ഞ് ഉസോപ്പാണെങ്കിൽ അവളെ തൂക്കിയെടുത്ത് 100-110 ഓടുകയാണ്. ഇവിടെ ക്യോഷിറോയുടെ ഫൈറ്റിംഗ് സ്കില്ല് പിന്നെ ചുറ്റുമുള്ള ജനങ്ങളെല്ലാം ആസ്വദിച്ച് നോക്കി നിൽക്കും. അതുമാത്രമല്ല അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം ആദ്യമായിട്ടാണ് ക്യോഷിറോയായിട്ട് ഒരാൾ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യണത്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സോറോ. അല്പസമയം കഴിഞ്ഞ യോഷിറോ അവനാണെങ്കിൽ ഫൈറ്റ് ഒന്ന് പൗസ് ചെയ്യാണ്. നീ തോൽക്കാൻ പോവുകയാണ്, നിനക്കിനി ജയിക്കാൻ പറ്റില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, റോച്ചിയുടെ ആ നിഞ്ച കൂട്ടം അവരിവിടേക്ക് എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അവരെന്നെ സഹായിക്കും. അവരുടെ നിഞ്ച പവർ വെച്ച് സെക്കൻഡുകൾ കൊണ്ട് ഞാൻ നിന്നെ ഇല്ലാതാക്കും. ഒറോച്ചിയാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഇപ്പോൾ നമ്മുടെ ആൾക്കാരെ അവരുടെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒറോച്ചി അവരോട് പറയും ഇവർ ആ സ്ട്രോ ഹാറ്റ് ടീമിലെ മെമ്പറാണ്. അതിനവർ പറയും ഓൾറെഡി ആ കാര്യം ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് സോറോയുടെ വാണ്ടഡ് പോസ്റ്റർ അതവർ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണേണ്ട താമസം ഇവിടെ വില്ലൻ ഡബിൾ ഹാപ്പിയായി അവിടുന്ന് കടന്നു പോകും. ആ നിഞ്ചാസ് ആണെങ്കിൽ ഇപ്പൊ സോറോയെ റൗണ്ട് ചെയ്ത് നിൽക്കും. ആക്ച്വലി ഇവർ കാസ്റ്റിൽ നിന്ന് നല്ല രീതിയിലൊന്നും ഫൈറ്റ് ചെയ്തിട്ടില്ല. സോ ഇവിടെ സോറോ ആയിട്ടുള്ള ഏറ്റുമുട്ടൽ അതേത് ലെവലിൽ മുൻപോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. സോറോ ആണെങ്കിൽ അവരെ കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യും. അതിലൊരു പെണ്ണാണെങ്കിൽ മുൻപോട്ടേക്ക് വന്ന് ഇപ്പൊ ഗിറ്റാർ പോലുള്ള എന്തോ ഒരു ഉപകരണം അത് വായിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആണെങ്കിൽ അല്പനേരം ആ ഒരു സംഗീതം അതങ്ങനെ ആസ്വദിക്കുകയാണ്. വാവ്, മനോഹരമായിരിക്കുന്നു. നീ ഇത്രയും നല്ലൊരു പെൺകുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അടുത്ത സെക്കൻഡ് അവളുടെ എക്സ്പ്രഷനൊക്കെ മാറി മറിഞ്ഞ് അവൾ ആ ഒരു വെപ്പനിലൂടെ ഇപ്പൊ സോറയെ ഷൂട്ട് ചെയ്യാണ്. ഇത് ഗിറ്റാർ ഒന്നും അല്ല, ഇതെന്റെ ഗണ്ണാണ്, ഇത് നീ നേരത്തെ കണ്ടില്ലായിരുന്നോ ചോദിച്ച് അച്ചറം പൊച്ചറം അവൾ വെടിവെക്കും. അതിന് സോറോ ആണെങ്കിൽ അവളുടെ വെടിയിൽ നിന്ന് ചാടി ഓടുകയാണ്. ബാക്കിയുള്ള നിഞ്ചാസ് ആണെങ്കിൽ നോടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ച ഉസോപ്പിനെയും നാമിയെയും അങ്ങനെ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരെയായിട്ട് റൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഒരു സെക്കൻഡ് അങ്ങനെ പകച്ചു നിൽക്കും. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സോൾ കിങ് സാക്ഷാൽ ബ്രൂക്ക് അവൻ അവിടേക്ക് ഫ്ലൈ ചെയ്തു വരിക. ഗായ്സ്, ഞാൻ എത്തിക്കഴിഞ്ഞു, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും, ഇവരുടെ എല്ലാവരുടെയും കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് സോൾ കിങ്. മറ്റൊരു ഭാഗത്തായിട്ട് വിശ്വസുന്ദരി അവളാണെങ്കിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടുന്ന് ഓടുകയാണ്. ഉടനെ ഒരു നിഞ്ച അവളെ നോട്ട് ചെയ്ത് അവളുടെ പിന്നാലെ പോവും. കട്ട് ചെയ്ത സെല്ലില് യൂസ്ട്രസ് കിഡിനെയും അവന്റെ കൂടെ ഉണ്ടായിരുന്നവനെയും അവർ രണ്ടുപേരെയും പിടിച്ച് ഇപ്പൊ തിളച്ച വെള്ളത്തിൽ മുക്കുകയാണ്. എനിക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് നോക്കി നിൽക്കാനാവില്ല. അവനാണെങ്കിൽ കണ്ണുകൾ അടച്ച് അങ്ങനെ സഹിക്കാൻ പറ്റാതെ നിൽക്കും. ആക്ച്വലി അവർ രണ്ടുപേരും ഡെവിൾ ഫ്രൂട്ട് കഴിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. അവരങ്ങനെ ജീവന് വേണ്ടി തുടിക്കുന്നത് അത് കണ്ട് അവര് ആസ്വദിക്കും. ാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോയി ഇപ്പൊ അവനെ ചീത്ത വിളിക്കുകയാണ്. അതേസമയം ക്വീൻ ആണെങ്കിൽ വീണ്ടും ഫൈറ്റ് തുടങ്ങാനായിട്ട് അങ്ങനെ വിളിച്ചു പറയും. അത് കേട്ട് ലൂഫിക്ക് എന്റെ കോൺഫിഡൻസ് കൂടുകയാണ്. അതെ, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എനിക്ക് ഇനിയും ഫൈറ്റ് ചെയ്ത് നിങ്ങളെ എല്ലാവരെയും തോൽപ്പിക്കണം. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ട്രഫാർഗറിലോ ആളാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആളുടെ അസിസ്റ്റൻസിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രസന്റ് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കാണേണ്ട താമസം അവന്റെ അസിസ്റ്റൻസ് എല്ലാം നിലവിളിച്ച് കരയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ കാർഡ് വില്ലൻ ബേസിൽ അവനാണെങ്കിൽ ലോയെ ട്രാപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. ഇവിടെ ലോ ആ ഒരു പ്രിസൺ മൊത്തത്തിൽ നോക്കും. ഒരു ചീപ്പ് സെറ്റപ്പാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാർഡ് വില്ലൻ ബേസിൽ ലോയെ ട്രാപ്പ് ചെയ്യാനാണ് അങ്ങനെ ഒരു സെറ്റപ്പ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ലോയാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ കാർഡ് വില്ലനോട് ചോദിക്കും, ലാസ്റ്റ് ടൈം ഇതൊക്കെ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ല് കിട്ടിയതല്ലേ, നീ ഇതുവരെ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ? അതിനവനാണെങ്കിൽ ചിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ബേസിൽ വില്ലനാണെങ്കിൽ ഒരു സ്ക്വാഡ് എടുത്ത് അവന്റെ കയ്യിൽ വെച്ച് പതിയെ അങ്ങനെ മുറിക്കുകയാണ്. അടുത്ത നിമിഷം ആ സെല്ലിന്റെ അകത്ത് നിന്ന് അവരുടെ ഒരു അസിസ്റ്റന്റ് അങ്ങനെ നിലവിളിച്ച് കരയും. ലോയാണെങ്കിൽ ഷോക്കായി അവനെ ശ്രദ്ധിക്കും. അവന്റെ കൈ മുറിഞ്ഞ് ചോര വരികയാണ്. ഇവിടെ ആ കാർഡ് വില്ലൻ പൊട്ടിച്ചിരിച്ച് അഹങ്കാരത്തോടു കൂടെ ലോയോട് പറയും, ഇവിടെയുള്ള 3 പേരുടെ ലൈഫ് അത് എൻ്റെ ഉള്ളിലാണ്. നീ എന്നെ തകർത്ത ആദ്യം മരിക്കാൻ പോകുന്നത് അവർ 3 പേരുമായിരിക്കും. അതിനുശേഷം മാത്രമേ നിനക്ക് എന്നെ ഇല്ലാതാക്കാൻ പറ്റൂ. അത് കേട്ട് നമ്മുടെ ലോ അവനങ്ങനെ പതിയെ കൂളാവുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത
ഇവിടെ നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ ആ ഡൈനോസറുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഡൈനോസർ അവനെ ഇടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. സോറോ അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുന്നത് കണ്ട് ആ വില്ലൻ ചിരിക്കുകയാണ്. സത്യത്തിൽ നീ വിൻസ്മോക്ക് ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണോ ചോദിക്കും. അതിന് സോറോ ആണെങ്കിൽ അതേന്ന് മറുപടി പറഞ്ഞ് ചാടി വന്ന് ആ ഡൈനോസറിന്റെ മുകളിൽ കയറി അറഞ്ചം പുറഞ്ഞ് ചവിട്ടും. അതിന് ആ ഡൈനോസർ ആണെങ്കിൽ അതിന്റെ കൈ ചുരുട്ടി ഒരൊറ്റ ഇട്ടി. അപ്പോഴായിരിക്കും ഇവിടെ നമ്മുടെ വിശ്വസുന്ദരിയെ ആ വില്ലന്മാരെല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് പിടിക്കുക. അവളാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും. ആ ശബ്ദം അത് സാഞ്ചി കേൾക്കും. സാഞ്ചിക്കാണെങ്കിൽ പെൺകുട്ടികൾ വീക്ക്നെസ് ആണ്. സോ അവന്റെ വിശ്വസുന്ദരിയുടെ ശബ്ദം അത് കേൾക്കേണ്ട താമസം അവന്റെ ഹാർട്ട് ബീറ്റ് കൂടും. അവൾക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് സാഞ്ചി മനസ്സിലാക്കും. പക്ഷേ ഡ്രേക്ക് വില്ലനെ ഇവനെ ഇവിടെ ഇട്ടിട്ട് പോയാ ഇവൻ എനിക്ക് വലിയൊരു പ്രതിബന്ധം തന്നെ ക്രിയേറ്റ് ചെയ്യും. സോ ഒരു കാരണവശാലും ഇവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് സാഞ്ചി അവന്റെ ഫുൾ പവർ എടുത്ത് ആ ഡ്രേക്കിനെ അവനെ ചവിട്ടി കൊല്ലുകയാണ്. അതിനുശേഷം അങ്ങനെ മുകളിലേക്ക് കറങ്ങിപ്പോയി ഒരുപാട് ഫോഴ്സ് എടുത്ത് ഒരൊറ്റ ചവിട്ട്. ആ ഒരു ചവിട്ടില് ഡ്രേക്കിന്റെ കാറ്റ് പോയി അവൻ താഴേക്ക് വീഴും. അല്ലെങ്കിൽ നമ്മുടെ സാഞ്ചിക്ക് ഗേൾസിന് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ അവന്റെ പവർ അത് കൂടി വരും. വിശ്വസുന്ദരി ഞാൻ എത്തിപ്പോയെന്ന് പറഞ്ഞ സാഞ്ചി അവനാണെങ്കിൽ 100-110 അവളുടെ തൊട്ടടുത്ത് തന്നെ താമസം. സോറോ അവൻ ചാടി വീണ് ആ 2 വില്ലന്മാരെ ഇടിച്ച് പഞ്ചറാക്കി വിശ്വസുന്ദരിയെ അങ്ങനെ തൂക്കിയെടുത്ത് മുൻപോട്ടേക്ക് ഓടുകയാണ്. സാഞ്ചി ആണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ചമ്മി ഐസാവും. ഇതിലും വലിയൊരു അപമാനം ഇനി സാഞ്ചിക്ക് വരാനില്ല. അവനാണെങ്കിൽ നാണം കെട്ട് അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഇവിടെ സോറോ ആണെങ്കിൽ വിശ്വസുന്ദരിയോട് ചോദിക്കും, നീ എന്തിനാ ഒരു ആവശ്യമില്ലാതെ അവരുടെ മുമ്പിൽ ചെന്ന് പെട്ടെ? അതിനവള് പറയും, ഞാനായിട്ട് ചെന്ന് പെട്ടതല്ല, ഞാൻ എൻ്റെ ഫേസ് അത് കഷ്ടപ്പെട്ട് കവർ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ അവരെന്നെ പിടികൂടി. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഇപ്പൊ സാഞ്ചിയെ കാണിക്കും. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ അപമാനം അത് സഹിക്കാനായിട്ട് കഴിയില്ല. അവന്റെ ഉള്ളിലെ കാഞ്ചന പതിയെ പുറത്തേക്ക് വരും. ആ വിശ്വസുന്ദരി അവൾ ശരിക്കും എന്നെ ഇൻസൾട്ട് ചെയ്ത് കളഞ്ഞു. സാഞ്ചിക്ക് എന്നെ കഴിഞ്ഞ് ബൗണ്ടറി അത് ഒരുപാട് കുറവാണ്. എന്നിട്ടും എനിക്ക് വേണ്ടി ഒരു 2 മിനിറ്റ് പോലും കാത്തു നിൽക്കാതെ അവൾ അവന്റെ കൂടെ പോയി. ഇതെനിക്ക് വലിയൊരു അപമാനം തന്നെയാണ്. ഇനി ഞാൻ എങ്ങനെ സാഞ്ചിയുടെയും എന്റെ ടീംമേറ്റ്സിനെയും മുഖത്ത് നോക്കുമെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ വിഷമിച്ച് അങ്ങനെ നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ക്വീൻ ആണെങ്കിൽ അനൗൺസ് ചെയ്യും ആയിട്ടുള്ള ബാറ്റില് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന്. പക്ഷെ അതില് ചെറിയൊരു മാറ്റം അത് അവൻ കൊണ്ടുവരാണ്. ആ തൂക്കിയിട്ടിരിക്കുന്ന 2 പേരെയും അവനങ്ങനെ വെള്ളത്തിൽ മുക്കിപ്പിടിക്കും. അതിനുള്ളിൽ ഫൈറ്റ് ചെയ്ത് തോറ്റിരിക്കണം. അതാണ് ക്വീന്റെ പുതിയ ഡിമാൻഡ്. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ആണെങ്കിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അവര് 2 പേരെയും വെള്ളത്തിലേക്ക് മുക്കും. യൂസ്ട്രസ് കിഡ് ആൾക്ക് ശ്വാസം എടുക്കാൻ കഴിയാതെ അങ്ങനെ മുറുക്കി പിടിച്ച് വീറ്റ് കൂടെ അങ്ങനെ കൺട്രോൾ ചെയ്ത് കിടക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് കൺട്രോൾ പോവും. ലൂഫി അവന്റെ ഹോക്കി പവർ എടുത്ത് ഇപ്പോ ആ ക്വീനെ തന്നെ പോയിന്റ് ചെയ്യാണ്. അവനെ ഒറ്റയടിക്ക് കൊല്ലുകയാണെങ്കിൽ ഈ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. സോ എന്റെ ലക്ഷ്യം അത് അവനാണെന്ന് പറഞ്ഞ് കൈ ചുരുട്ടി അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. ക്ലോസ് എത്തേണ്ട താമസം ക്വീൻ ആണെങ്കിൽ നൈസായിട്ട് അവന്റെ കൈ അങ്ങനെ തട്ടി മാറ്റി ദൂരത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ലൂഫി അങ്ങനെ തെറിച്ചു വന്ന് ഇപ്പൊ ബോർഡറിൽ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. ഒരു സെക്കൻഡ് ക്വീന്റെ പവർ എന്താണെന്ന് ലൂഫി തിരിച്ചറിയും. മാത്രമല്ല അവൻ ആ ബോർഡറിൽ എത്തിയതുകൊണ്ട് തന്നെ അവന്റെ കഴുത്തിലെ ബെൽറ്റ് അതങ്ങനെ പതിയെ ടൈറ്റ് ആവാനായിട്ട് തുടങ്ങുകയാണ്. അല്പം കൂടെ അവൻ അവിടുന്ന് മൂവ് ചെയ്ത അവന്റെ കഴുത്തിലുള്ള ബെൽറ്റ് അതങ്ങനെ അവന്റെ കഴുത്ത് വെട്ടിയെടുക്കും. ഉടനെ ക്വീൻ ആണെങ്കിൽ ഇപ്പൊ ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് വരികയാണ്. ഓ, നീ എന്നെ തന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചോ? നിനക്കൊരു കാരണവശാലും എന്നെ തോൽപ്പിക്കാനാവില്ല. നിങ്ങളെ എല്ലാവരെയും ഇവിടെ വെച്ച് ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊന്നുകളയുമെന്ന് പറയും. പക്ഷെ ലൂഫി ആണെങ്കിൽ പുറകോട്ട് പോവാതെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്റെ മരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും സംഭവിക്കും. അതെല്ലാവർക്കും സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. സോ മരിക്കുന്നത് വരെ ഞാൻ എൻ്റെ ശ്രമം അത് നിർത്തില്ല. വീണ്ടും ഞാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറയും. ഇപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ബിഗ് മോം ആളങ്ങനെ തെറിച്ചു വന്ന് ആ പ്രിസന്റെ ഗേറ്റിൽ വന്ന് ഇട്ടിക്കുകയാണ്. ആ ശബ്ദം കേട്ട് ക്വീൻ ആളങ്ങനെ ടേൺ ചെയ്ത് ആ ഗേറ്റിലേക്ക് നോക്കും. അതിനുശേഷം അവിടേക്ക് സെക്യൂരിറ്റീസിനെ അയക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ആ ഒരു കുടിക്കാനുള്ള ആക്രാന്തത്തിൽ പതിയെ നടന്നു വരികയാണ്. അവളുടെ ഓരോ നടപ്പിലും ആ ഒരു പ്രിസൺ അതങ്ങനെ കുലുങ്ങി വിറയ്ക്കും.